അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹദീസ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് പഠിച്ചുകൊണ്ട് ദിവസവും നമുക്ക് ഓരോ അറിവ് നേടാം എന്ന വിഷയത്തിൽ 48ാമത്തെ ഹദീസാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. ഇത് പഠിക്കുന്നതിലൂടെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു അറിവ് നേരിട്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേടാൻ സാധിക്കും. ബാബു മൻ ലഅനല്ലാഹു മൻ ലഅന വാലിദൈഹി എന്ന് പറയുന്ന അധ്യായത്തിൽ അദബുൽ മുഫ്രദ് എന്ന് പറയുന്ന കിതാബിൽ ഇമാം ബുഖാരി തങ്ങളുടെ കിതാബിൽ അതിന്റെ 28ാമത്തെ പേജിൽ ഉള്ള ഒരു ഹദീസാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഹദസന അംറു ബിൻ മർസൂഖിൻ قال أخبرنا شعبة عن القاسم بن أبي بزة عن أبي الطفيل قال سئل هل خصكم الله سئل علي هل خصكم النبي بشيء لم يخص به الناس كافة. അപ്പൊ ഹദീസ് അംറു ബിൻ മർസൂഖ് എന്നവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അബൂ ബസ്സ എന്നവരെ തൊട്ട് അവര് അബു തുഫൈൽ എന്നവരിൽ നിന്ന് അബു തുഫൈൽ എന്നവര് പറയുകയാണ് സുഇല അലിയുൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, അൽ ഖസ്സകുമുൻ നബിയ്യു ബിശൈഇൻ ലം യഖുസ്സ ബിഹി നാസ കാഫത്തൻ. എല്ലാ ജനങ്ങൾക്കും പ്രത്യേകമാക്കാത്ത എന്തെങ്കിലും ഒരറിവ് നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി നൽകിയിട്ടുണ്ടോ? ആണ് ചോദ്യം. എല്ലാ പൊതുജനങ്ങൾക്കും പ്രത്യേകമായി നൽകാത്ത, പ്രത്യേകമായി നിങ്ങൾക്ക് മാത്രം വല്ല അറിവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുണ്ടോ? അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ഖസ്സനാ റസൂലുള്ളാഹി ബിശൈഇൻ ലം യഖുസ്സ ബിഹിൻ നാസ്. മാ ഖസ്സന, അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പ്രത്യേകമാക്കിയിട്ടില്ല ബിശൈഇൻ ഒരു വസ്തു കൊണ്ടും, ലം യഖുസ്സ ബിഹിൻ നാസ് ജനങ്ങളെ അതുകൊണ്ട് പ്രത്യേകമാക്കാത്ത. അപ്പൊ ഞങ്ങൾക്ക് പ്രത്യേകമായി ജനങ്ങൾക്ക് നൽകാത്ത ഒരറിവും നൽകിയിട്ടില്ല. എന്നാൽ ഇല്ലാ മാ ഫീ ഖിറാബി സൈഫി, എന്റെ ഈ വാളിന്റെ ഉറയിലുള്ളതൊഴികെ. സുമ്മ അഖ്റജ സഹീഫത്തൻ, പിന്നീട് ഒരു ഏട് അദ്ദേഹം എടുത്തു. ഫൈദാ ഫീഹാ മക്തൂബുൻ, ആ ഏടിൽ ഒരു എഴുത്തുണ്ട്. എന്താണ് എഴുത്ത്? ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹി, ഒന്ന്. ലഅനല്ലാഹു മൻ സറക മനാറൽ അർളി, രണ്ട്. ലഅനല്ലാഹു മൻ ലഅന വാലിദൈഹി, മൂന്ന്. ലഅനല്ലാഹു മൻ ആവാ മുഹ്ദിസ, നാല്. അറിവാണ് ഈ ഹദീസിലുള്ളത്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഏട്, ആ ഏടിൽ എഴുതിയിട്ടുള്ള 4 അറിവുകളാണ് നിങ്ങളുമായി ഇപ്പോൾ പങ്കുവെക്കുന്നത്. അദബുൽ മുഫ്രദ് എന്ന ഇമാം ബുഖാരി തങ്ങൾ ഉണ്ടാക്കിയ കിതാബ്, അതിലാണ് ഈ ഹദീസ് കാണുന്നത്. ലഅനല്ലാഹു, അല്ലാഹു ശപിച്ചിരിക്കുന്നു, ലഅനത്ത് ചെയ്തിരിക്കുന്നു, മൻ ദബഹ ലിഗൈരില്ലാ, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്തവനെ. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുക എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശം നമ്മുടെ നിയ്യത്ത് നന്നാവണം. ആർക്ക് വേണ്ടിയും നമുക്ക് അറുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ
അള്ളാഹ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ ചെയ്യാൻ പാടുള്ളൂ. അള്ളാഹു വിരോധിച്ച കാര്യങ്ങളൊക്കെ തെറ്റാണ്. അപ്പൊ അള്ളാഹുവിന്റെ ശാപത്തിന് അർഹനാകും. ഒരാൾ മുഹീദ്ദീൻ ഷെയ്ഖിന് വേണ്ടി ഞാൻ ഈ കോഴിയെ അറക്കുന്നു എന്ന് പറഞ്ഞിട്ട് അർത്താല് അത് തനിച്ച തെറ്റാണ്, ഹറാമാണ്. അവൻ അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകും, അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകും. അതേസമയത്ത് ഒരു കോഴി അർക്കാണ്, അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് അർത്ഥത്, ബിസ്മിയൊക്കെ ചൊല്ലിയിട്ട്. എന്നിട്ട് അത് വിതരണം ചെയ്തത് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ അവർക്ക് ഇതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ്. ഒരു കുഴപ്പവും ഇല്ല. അപ്പൊ ഒന്നാമത്തെ കാര്യം അതാണ്, അള്ളാഹ് അല്ലാത്തവർക്ക് വേണ്ടി അറുത്തവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഒന്ന് അറിവ്. ഒന്ന്. രണ്ട്, ലഅനല്ലാഹു മൻ സറക മനാറൽ അർദി, ഭൂമിയുടെ അതിരുകളെ കളവ് നടത്തിയവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഭൂമിന്റെ അതിര് എന്ന് പറഞ്ഞാൽ ഓരോ പറമ്പിനും നേരത്തെ തന്നെ ഓരോ സാധനങ്ങൾ, സർവേരി എന്നൊക്കെ പറയും, സർവേ കല്ല്, ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കുത്തിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഓരോ പറമ്പിനും ഒരു മതിലുണ്ടാവും. ഈ മതിലില്ലെങ്കിൽ വേലി ഉണ്ടാവും പഴയകാലത്ത്. അതൊന്നുമില്ലെങ്കിൽ ഒരു അതിർത്തി ഉണ്ടാവും. ആളുകൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതുവരെയാണ് ആ പറമ്പ്. അത് പതുക്കെ നീക്കുക. ഇതിനു വേണ്ടി അടുത്തവന്റെ പറമ്പൊന്ന് കുറച്ചങ്ങോട്ട് കിട്ടാൻ. ഇങ്ങനെ കളവ് നടത്തുന്നവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു ആണ് രണ്ടാമത്തെ അറിവ്. മൂന്നാമത്, ലഅനല്ലാഹു മൻ ലഅന വാലിദൈഹി, തന്റെ മാതാപിതാക്കളെ ലഅനത്ത് ചെയ്തവനെ, ശപിച്ചവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഈ പണ്ടാറടക്കിയ മാതാവ് അല്ലെങ്കിൽ പിതാവ്, ഇങ്ങനെയുള്ള പദങ്ങൾ ഉപയോഗിക്കുന്ന ചില ആളുകളുണ്ട്. അവരെ പറ്റിയാണ് ഈ പറയുന്നത്. ഇനി അതല്ലെങ്കിൽ അവർ വെറുപ്പിക്കലും ഇതിൽ പെടും. അങ്ങനത്തെ ആളുകൾക്ക് അള്ളാഹുവിന്റെ ലഅനത്തുണ്ടാകും. അതാണ് ഈ ഹദീസിൽ പറയുന്നത്. 4, ലഅനല്ലാഹു മൻ ആവാ മുഹ്ദിസാ, ദീനിലില്ലാത്തതിനെ പുതുക്കി ഉണ്ടാക്കിയവനിക്ക് അഭയം നൽകുന്നവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ആരാണ് ഉണ്ടാക്കുന്നവരൊക്കെ പെട്ടു. അത് ഇന്ന ആളൊന്നുമില്ല. ഇപ്പൊ ഒക്കെ ബിദ്അത്ത് ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടോ? അതാർക്കുണ്ടെങ്കിലും അതിൽ പെടും. ഇങ്ങനെയുള്ള ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തിനെ മാത്രം കണ്ട് വെച്ച് കെട്ടിയിട്ട് അവര് എന്ത് സുന്നത്ത് ചെയ്താലും ഒക്കെ ബിദ്അത്തും, മറ്റുള്ളവർ എന്ത് ബിദ്അത്ത് ചെയ്താലും ഒക്കെ സുന്നത്തും ആവൂല, ഒരിക്കലും ഉണ്ടാവൂലല്ലോ. അപ്പൊ വളരെയധികം ശ്രദ്ധിക്കണം. ബിദ്അത്തുകാരനിക്ക് അഭയം നൽകുന്നവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയികളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ബന്ധപ്പെട്ടവർ, സുഹൃത്തുക്കൾ, നമ്മെ സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, എല്ലാവർക്കും അർഹമായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ. നമ്മുടെ ഭാര്യമാരുടെ മാതാപിതാക്കള്, മറ്റ് ബന്ധപ്പെട്ടവരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരിൽ നിന്ന്, അവരുടെ മാതാപിതാക്കളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവർ, അതുപോലെ അവർക്കൊക്കെയും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ അതേപ്രകാരം ഈ ചാനലിൽ പല ആളുകളും കമന്റ് ചെയ്തുകൊണ്ട് പല ഉദ്ദേശങ്ങൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.